ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന പ്രിന്റിംഗ് മാനേജ്മെന്റിന്റെ ബാഡ്ജിന്റെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് നമുക്ക് പുതിയൊരു സോഫ്റ്റ്വെയർ എന്ന മൊബൈൽ സർവീസ് വരുന്നത്. അപ്പോൾ ഇത് സെയിലും സർവീസും കൂടി ഉള്ളൊരു കസ്റ്റം മൊഡ്യൂളാണ്. ഇത് സർവീസ് ജസ്റ്റ് ഒരു ഫോം മാത്രമാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും. ഓർഡറിന്റെ ബേസിക്സിൽ നിന്ന് എല്ലാം ഇങ്ങോട്ട് എടുക്കണം. അങ്ങനെ ജസ്റ്റ് സർവീസ് നമ്പർ, കസ്റ്റമർ നെയിം, കോൺടാക്ട് നമ്പർ, മൂപ്പരെ മൊബൈലിന്റെ മോഡൽ ഏതാണ്, ഇമെയിൽ നമ്പർ, പിന്നെ ഏത് ടെക്നീഷ്യനാണ്. നമ്മൾ മൾട്ടിപ്പിൾ ടെക്നീഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്കും കൂടിയും വിൻഡോ കിട്ടുന്ന രീതിയിൽ, അപ്പോൾ അവർക്ക് അസൈൻ ചെയ്ത വർക്കുകൾ അവർക്ക് ഓപ്പൺ ചെയ്താൽ അവർക്ക് കിട്ടും. ഏതൊക്കെ വർക്കാണ് വർക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതനുസരിച്ച്, പിന്നെ അതിൻ്റെ സ്റ്റാറ്റസ്, പിന്നെ അതിൻ്റെ പേയ്മെന്റ് സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾക്കിതൊരു കഴിഞ്ഞൊരു വർക്ക് എടുക്കുകയാണെങ്കിൽ ഇതിൽ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആണ്. ഇവിടെ നമുക്ക് ഇൻവോയ്സ് കാണാം. ഇൻവോയ്സ് എന്ന് പറഞ്ഞ സാധനം, ഇത് ഈ ഇൻവോയ്സ് ആയതുകൊണ്ട് നമുക്ക് ഇത് കിട്ടും. പിന്നെ കംപ്ലീറ്റ് ആയ വർക്കിന് ഇവിടെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ജനറേറ്റ് ഇൻവോയ്സ് എന്ന സാധനം നമുക്ക് വരുന്നതാണ്. പ്രിന്റിങ് നമ്മൾ ജസ്റ്റ് നമ്മൾ കംപ്ലീറ്റഡ് ആക്കി കൊടുത്തു കഴിഞ്ഞു. കംപ്ലീറ്റഡ് ആക്കിയ ജനറേറ്റ് ഇൻവോയ്സ് എന്ന സാധനം, ഈ ജനറേറ്റ് ഇൻവോയ്സ് നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻവോയ്സ് റീജനറേഷൻ ഇല്ല. ഉള്ള ഇൻവോയ്സ് നമുക്കിവിടെ താഴെ ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇത് പാർഷ്യൽ പേയ്മെന്റ് ആണ്. ഇൻവോയ്സ് നമ്പർ 13. ഇൻവോയ്സ് നമ്പർ ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. ആ മെൻഷൻ അതിൻ്റെ പേയ്മെന്റ് സ്റ്റാറ്റസ് മാത്രമുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതിൽ അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ പാർഷ്യൽ പേയ്മെന്റ് ഇൻവോയ്സ് നമ്പർ 13 പാർഷ്യൽ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് പേയ്മെന്റ് കിട്ടി കഴിഞ്ഞാൽ അവിടെ പെയ്ഡ് എന്ന് വരും. ഇതാണ് ഇവിടെ ഫ്രണ്ടിലുള്ള ഒരു ഡിസ്പ്ലേ വരുന്നത്. നമ്മളൊരു പുതിയ റിക്വസ്റ്റ് എടുക്കുകയാണ്. നമ്മൾ വിറ്റ സാധനത്തിന്റെ വാറണ്ടിയിലുള്ളതാണോ റിപ്പയറിങ്ങിലുള്ളതാണോ നമ്മൾ കൊടുക്കുന്നു. കസ്റ്റമർ സെലക്ഷൻ വിത്ത് എല്ലാം ഓട്ടോ ഫില്ല് നമ്മൾ. അപ്പോൾ ഡീഫോൾട്ട് കസ്റ്റമർ നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഒരു പേരില്ലെങ്കിൽ അടക്കം നമുക്ക് പുതിയൊരു പേര് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതെന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ കോൺടാക്ട് ലിസ്റ്റിൽ നമുക്ക് അതിനെ സേവ് ചെയ്യാം. പിന്നെ അയാൾ കൊണ്ടുവരുന്ന ഫോൺ ഏതാണെന്നുള്ളത്, ഇത് നമ്മൾ പിന്നെ പ്രൊഡക്റ്റിൽ ഒരു സ്പെസിഫിക് കാറ്റഗറി മാത്രമാണ് നമുക്കിവിടെ കിട്ടുക, എല്ലാതും കിട്ടൂല. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അതിന് ഫിൽറ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റിക്വസ്റ്റ് ഡേറ്റ് എന്നാണ് സർവീസിന് എഴുതുക, എന്നിട്ട് ഡേറ്റാണ് ഡീഫോൾട്ട് വരിക. റിട്ടേൺ ഡേറ്റ് നമ്മൾ പിന്നെ ഒരു ഡേറ്റ് കൊടുക്കുന്നതാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് നമുക്ക് കൊടുക്കാം. ഡേറ്റ് കൊടുത്തിട്ടില്ല അതിന് വർക്ക് ചെയ്യും. പിന്നെ അടുത്തുള്ളത് ടെക്നീഷ്യനെ സെലക്ട് ചെയ്യണം. നമ്മുടെ അടുത്തുള്ള എത്ര ടെക്നീഷ്യന്മാരുണ്ടോ ഓരോ ടെക്നീഷ്യന്മാർക്ക് നമ്മൾ ഈ വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ സ്റ്റാറ്റസ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നമുക്കത് കിട്ടും. ആർക്കൊക്കെ നേരത്തെ പെൻഡിങ് ഉള്ളത്, ആർക്കൊക്കെ കംപ്ലീറ്റ് ആയതുള്ളത് നമുക്ക് ആ വിൻഡോ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ടെക്നീഷ്യൻ അസൈൻ ചെയ്യുന്നു. പിന്നെ ഫോണിൻ്റെ ഇമെയിൽ നമ്പർ കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ നോട്ട്സ് ഉണ്ടെങ്കിൽ, പിന്നെ സർവീസുമായി ഏതാണ് കാറ്റഗറി. ഇതിപ്പോൾ 2 കാറ്റഗറിയുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതാണ് കാറ്റഗറി, അതിൻ്റെ ഡീറ്റെയിൽ ഹാർഡ്വെയർ തന്നെ പിന്നെ വേറെ എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ എന്താണോ പാർട്സുകൾ യൂസ് ചെയ്തത് അതും ഇതിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇതും നമ്മൾ ഫിൽട്രേഷൻ ആണ്. ഫിൽട്രേഷനിൽ ചെറിയൊരു മിസ്സിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് അങ്ങനെ കുറച്ച് നമ്മൾ ആ മൊബൈൽ സർവീസുമായി ബന്ധപ്പെടാത്ത കുറച്ച് സാധനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്കിവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇവർക്ക് ഐസിയിൽ സ്റ്റോക്കില്ല. മൊബൈൽ സ്പീക്കറിൽ 3 സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മൾ ഇൻവോയ്സ് എടുക്കുന്നതനുസരിച്ച് സ്റ്റോക്കിൽ ഡിമിനിഷിങ് ആണ്. പിന്നെ മീഡിയാസ് എന്താ വെച്ചാൽ നമ്മൾ ഫോൺ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഫോണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമറെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. അങ്ങനെയുള്ള ഓരോ ബെനിഫിറ്റ് ഇതിലുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെക്നീഷ്യന് അതിൻ്റെ ഓപ്പണിങ്ങിൽ ഇത് അവൈലബിൾ ആവില്ല. അത് അവൈലബിൾ ആണെങ്കിൽ അതേ ടെക്നീഷ്യൻ എന്നുള്ള ഈ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് വരുള്ളൂ. അതിന് ശേഷം നമുക്ക് പ്രിന്റ് ടിക്കറ്റ് എടുക്കാം. പ്രിന്റ് ടിക്കറ്റ് നമുക്ക് ഒന്നെങ്കിൽ പ്രിന്റ്, അല്ലെങ്കിൽ ഡൗൺലോഡ്, അല്ലെങ്കിൽ ഓപ്പൺ. ഒന്നെങ്കിൽ അവിടെ നിന്ന് പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റീഫണ്ട് ഒരു പ്രിന്റ് എടുക്കാം. ആ രണ്ടായാലും സെയിം പ്രിന്റിങ് സെയിം ആണ് വരിക, കൊടുക്കുന്ന രീതിയിൽ മാത്രം വ്യത്യാസം. പിന്നെ നമ്മൾ ഇനി ടെക്നീഷ്യൻ്റെ വിൻഡോസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സർവീസ് ടിക്കറ്റ്
അതിൽ സർവീസ് നമ്പർ, ആളെ പേര്, നമ്പർ, ആ മൂപ്പരെ ഫോണ്, ഇമെയിൽ, ഇല്ലെങ്കിൽ അത് ടെക്നീഷ്യന്, റിക്വസ്റ്റ് ഡേറ്റ്, റിട്ടേൺ ഡേറ്റ്, ബേസിക് കാര്യങ്ങളുള്ളൂ. ഇനി ആവശ്യമെങ്കിൽ നമുക്ക് അനുസരിച്ച് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. അത് പ്രശ്നമില്ല. ഇപ്പോൾ നമ്മളെ ഡെമോ പറഞ്ഞ ടെക്നീഷ്യനാണ് വന്നത്. അപ്പോൾ അയാൾ കഴിഞ്ഞ് പോയ വർക്ക് ഇന്ന കസ്റ്റമർക്ക് അത് കംപ്ലീറ്റ് ആയി പൈസ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയൊരു വർക്ക് അസൈൻ ചെയ്തിട്ടുള്ള വർക്ക്, അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അതിന് കാര്യങ്ങളോട് നോക്കുന്നു, സർവീസ് കാറ്റഗറി. അപ്പോൾ ഇവിടെ നമ്മൾ സേവ് ചെയ്ത ഡാറ്റ കൊടുത്തിട്ട് നമ്മൾ പാർട്സുകളാണ്. പാർട്സുകൾ നമ്മൾ എന്തൊക്കെ പാർട്സുകൾ എടുത്ത് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. ആ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ ക്വാണ്ടിറ്റി ഒന്ന് കൊടുത്തു. ഇതിന് പ്രൈസ് നമ്മൾ ആഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മളൊരു പ്രൈസ് അങ്ങനെ ആഡ് ചെയ്യണം. കയ്യിലെറ്റൊന്നും ഇല്ലാത്തതാണ് 0 വരുന്നത്. നമ്മൾ 1571. പിന്നെ നമ്മൾ ഹാർഡ്വെയർ റിപ്പയർ ചാർജും കൂടി നമ്മൾ ഇതിൽ ചെയ്യും. അത് നമ്മൾക്ക് ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ സർവീസ് ഫീൽഡിൽ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ടല്ലോ, മൊത്തം നല്ലൊരു എമൗണ്ട് വന്നു നമ്മളതിവിടെ സേവ് ചെയ്യും. അതിൽ നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ ഇൻ പ്രോഗ്രസ് നമ്മൾ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കംപ്ലീറ്റഡ് കൊടുക്കേണ്ടത്. ഇത് കംപ്ലീറ്റഡ് കഴിഞ്ഞ് നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ജനറേറ്റ് ഇൻവോയ്സ് ഓപ്ഷൻ വരും. ഈ ജനറേറ്റ് ഇൻവോയ്സ് ഒന്നെങ്കിൽ ടെക്നീഷ്യൻ്റെ സൈഡിൽ നിന്ന് ജനറേറ്റ് ഇൻവോയ്സ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അഡ്മിൻ പാനലിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ഇൻവോയ്സ് കൊടുക്കാം. ജനറേറ്റ് ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഓർഡറിൻ്റെ ഇൻവോയ്സിങ്ങേക്കാണ് പോകും. അപ്പോൾ ഡയറക്റ്റ് ഓർഡറിൻ്റെ ഇൻവോയ്സിങ്ങിൽ പോയി ഓർഡർ ഡ്രാഫ്റ്റ് വന്നു. നമുക്ക് വേണമെങ്കിൽ റിവ്യൂ കൊടുത്തിട്ട് ഇത് മെയിലുണ്ടെങ്കിൽ നമുക്കത് അയച്ചു കൊടുക്കാനുള്ള സംവിധാനമൊക്കെ തരുന്ന പോലെ ഓർഡർ നമുക്ക് തരുന്നുണ്ട്. ഡീഫാൾട്ട് പോലെ സാധനങ്ങൾ. ഇതിൽ നമുക്ക് ഒരു QR-ൻ്റെ ഒരു ഓപ്ഷനും കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 2320 എമൗണ്ട് ഇതിൽ വരും ഡയറക്റ്റ് പേയ്മെൻ്റ് ആയിട്ട്. അപ്പോൾ അതിൽ പ്രിവ്യൂ ഒന്നും ആ പ്രിവ്യൂവിനെ നമ്മൾ ഡയറക്റ്റ് കൺഫേം ചെയ്തിട്ട് ഇൻവോയ്സൊക്കെ ഡൈവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കൺഫേം കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇൻവോയ്സ് നമ്പർ വരും. ഇൻവോയ്സ് നമ്പർ വന്നു. ഇനി നമ്മൾ ആ പാർട്ടിനെ സെലക്ട് ചെയ്തു. പാർട്ടിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കൊടുത്ത ഇൻവോയ്സ് ഇത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാർട്ടിനെ വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. ഇനിയിപ്പോൾ അവർ പേയ്മെൻറ്റ് തരികയാണെങ്കിൽ അഗേൻസ്റ്റ് ആ പേയ്മെൻറ്റ് നമുക്ക് രജിസ്റ്റർ പേയ്മെൻറ്റ് കൊടുത്തു. 2300 ഏതാണോ, ക്യാഷാണോ ബാങ്കാണോ കൊടുത്തു. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് എമൗണ്ട്, കംപ്ലീറ്റ് പേയ്മെൻ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് പേയ്മെൻറ്റ്, ഇല്ലെങ്കിൽ എത്രയാണോ പേയ്മെൻറ്റ് കിട്ടിയത് ആ പേയ്മെൻറ്റ് ഡേറ്റ്. പിന്നെ എന്താണ് അതിൽ നമ്മൾ ബാക്കി ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് ഫുള്ളി പേയ്മെൻറ്റ് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കീപ്പ് ഓപ്പൺ കൊടുക്കുക. എന്താവും, ഇൻവോയ്സ് ക്ലോസ് ആവില്ല, പാർഷ്യൽ പേയ്മെൻറ്റ് ആയിട്ട് കൂടെ വരും. ഈ പാർഷ്യൽ പേയ്മെൻറ്റ് നമുക്കിവിടെ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ടെക്നീഷ്യനും കിട്ടും ചെയ്യും, മെയിൻ വിൻഡോയിലും ഈ സാധനം കിട്ടും. ഇപ്പോൾ ഇയാൾ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഇതിൽ തന്നെ എന്നിട്ട് നമുക്കിവിടെ ഈ ഇൻവോയ്സ് നെക്കി കഴിഞ്ഞാൽ അവിടെ കാണിക്കും. ഇനി മുമ്പ് ഒരു പേയ്മെൻറ്റ് തരികയാണെങ്കിൽ രജിസ്റ്റർ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് റെസീറ്റ് ചെയ്യണം. അതല്ല അല്ലെങ്കിൽ ഇവിടെ ഇൻവോയ്സിങ്ങിന് വന്നാൽ ഇൻവോയ്സിങ്ങിൽ നിന്ന് നമുക്ക് ആ എമൗണ്ട് നമുക്ക് ബാലൻസ് എടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നമുക്കിവിടെ കോൺടാക്ട്സ് ഉണ്ട്. കോൺടാക്ട്സ് വന്നിട്ടില്ല. കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ ഈ കസ്റ്റമേഴ്സിൽ അവരെ ട്രാക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്ത ബില്ലുകൾ, അവർ കിട്ടിയ പേയ്മെൻ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് ബില്ലടിച്ച് 2320, 1500, 820 ബാക്കി നമ്മൾ എന്ത് ചെയ്യാം, രജിസ്റ്റർ പേയ്മെൻറ്റ് ബാക്കിയുള്ള ക്യാഷിനോ ബാങ്കാണോ നോക്കണം. അത് ക്രെഡിറ്റ് പേയ്മെൻറ്റ് കൊടുത്താൽ ഫുള്ളി പെയ്ഡ് ആവും. ആ പെയ്ഡ് തന്നെയാണ് നമുക്ക് നമ്മുടെ മൊഡ്യൂളിൽ നിന്നാൽ നമുക്ക് കിട്ടുക. പെയ്ഡ് ഇൻവോയ്സ് നമുക്ക് ഇവിടെ തന്നെ ഇവിടെ കിട്ടുന്നതുകൊണ്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ സർവീസ് സെൻ്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻവോയ്സ് കിട്ടും. ഇതിലൂടെ ഒരു ആഡ് ചെയ്ത ഫീച്ചേഴ്സ് ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ കസ്റ്റം QR കോഡ് നമ്മളിതിൽ പേയ്മെൻറ്റ് ഇപ്പോൾ എല്ലാം പേയ്മെൻ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ UPI എടുത്തിട്ടാണ് ഈ QR കോഡ് ജനറേറ്റ് ചെയ്യുന്നത് വിത്ത് ഇൻവോയ്സ് നമ്പർ. അപ്പോൾ അതിൽ റിമാർക്സ് ഈ ഇൻവോയ്സ് നമ്പർ ആയിരിക്കും വരിക.
ഇൻവോയ്സ് നമ്പർ INV 2005-00014 ആണ് അതിൻ്റെ റെഫറൻസ്. പേയ്മെൻറ്റിൻ്റെ റെഫറൻസ് അവർ ഈ QR റീഡ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ റെഫറൻസ് അങ്ങനെയാണ് വരും. ഇതാണ് മൊബൈൽ സർവീസ് എന്ന പുതിയ മൊഡ്യൂളിൻ്റെ അപ്ഡേറ്റ്സുകൾ. ഇനി ഇതിലെന്തെങ്കിലും ഈ ഫീൽഡിലുള്ളവർക്ക് അറിയുള്ളൂ, എന്തെങ്കിലും ആഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇന്ന ഫീച്ചേഴ്സ് കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ട്രാക്ക് ചെയ്യാൻ സുഖമായി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് തന്നാൽ നമുക്കതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒരു കസ്റ്റം മൊഡ്യൂളാക്കി യൂസർ ഫ്രണ്ടിലേക്ക് നമുക്ക് ഇതിലെടുക്കാം. ഓക്കെ.